സാർ, ഇപ്പം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലൊരു പുതിയ കരാർ വന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഇതിനകത്ത് എന്തായാലും ഗുണം ഉണ്ടാകുക ദോഷം ഉണ്ടാകുന്നൊക്കെ. ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത, പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ ആർമി സൗദിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതെന്തിനായിരിക്കും? അതായത് ഇപ്പോൾ വരുന്ന അപഗ്രഥനങ്ങൾ, ഈ വലിയ നയതന്ത്രജ്ഞരും ഒക്കെ നടത്തുന്ന അപഗ്രഥനങ്ങൾ, മുസ്ലിം നയതന്ത്രജ്ഞർ തന്നെ പറയുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഇത് ഈ കരാർ പാകിസ്ഥാൻ സേന വരുന്നത് ഇറാനെതിരെ ആയിരിക്കും, ഇസ്രയേലിനെതിരെ ഒന്നുമല്ല. പ്രധാനമായും ഇറാൻ്റെ ആക്രമണങ്ങൾ ചെറുക്കാൻ ആയിരിക്കും. സൗദിക്കെതിരെ ഇറാനാണെങ്കിൽ ഷിയ രാഷ്ട്രമാണല്ലോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി, സൗദിക്ക് സംരക്ഷണം ഒരുക്കിയിട്ട് അമേരിക്കൻ സേനയുണ്ടല്ലോ അവിടെ. അമേരിക്കൻ പട്ടാളമുണ്ട്. പട്ടാളക്കാരുടെ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ അവിടെ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് അമേരിക്കൻ. അവിടെ തന്നെ പഠിപ്പിക്കുന്ന മുസ്ലിം സ്ത്രീകളൊക്കെ ആണെങ്കിൽ ബുർക്കയൊക്കെ ധരിക്കുന്നത് ആ ഗേറ്റ് വഴിയായിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് അവരുടെ പാശ്ചാത്യ സംസ്കാരം. അതെ അതെ, മഹാരാജാസ് കോളേജിൽ തന്നെ നമ്മുടെ കൂടെയൊക്കെ പഠിച്ച ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അതേപ്പറ്റി അറിയാം. അപ്പോൾ ഈ US സേന സൗദിയിൽ നിന്ന് പിന്മാറിയിട്ട് അമേരിക്കയ്ക്ക് വിശ്വാസമുള്ളതാണ് പാകിസ്ഥാന്. അപ്പോൾ അമേരിക്ക ഗൾഫിൽ നിന്ന് സേനയെ പിൻവലിക്കുമ്പോൾ വിശ്വാസമുള്ളൊരു സേനയെ അവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അപ്പം ഇനി ഗൾഫിൽ മൊത്തം പാകിസ്ഥാൻ സേന വരാം എന്നുള്ളതാണ് ഈ അപഗ്രഥനങ്ങളിൽ നിന്ന്, വിലയിരുത്തലുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അമേരിക്കയും കൂടി അറിഞ്ഞിട്ടാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഈ പ്രതിരോധ കരാർ. അതിൻ്റെ അകത്ത് ഈ നാറ്റോയിലെ 5ാമത്തെ വ്യവസ്ഥ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയുണ്ട്. ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ വന്നില്ല. പക്ഷേ അമേരിക്ക ഇങ്ങനെ ഒരു കളി കളിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു തന്ത്രം വേറെ വേണില്ലേ? അതെ, അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ അവിടെ ഗൾഫിൽ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയുണ്ടല്ലോ. ധാരാളം ആക്രമണങ്ങൾ അമേരിക്കക്കെതിരെ. മാത്രമല്ല, ഇത് ബാധ്യതയില്ല ഇങ്ങനെ സേനയെ അവിടെ തന്നെ. അപ്പോൾ വിശ്വാസമുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് മടങ്ങുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ സൗദിക്ക് സുരക്ഷ ആവശ്യമുണ്ട്. അപ്പോൾ അമേരിക്കയും കൂടി അറിഞ്ഞിട്ട് ഉണ്ടായ കരാറാണിത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. സൗദിക്ക് സുരക്ഷ ആവശ്യമുണ്ട്. സൗദിക്കാണെങ്കിൽ ഇസ്രയേലിൻ്റെ ഭീഷണി ഇല്ലതാണ്. സൗദി ഉടനെ ആക്രമിച്ചു കളയുന്നൊന്നും പറഞ്ഞില്ല. അവർ ഖത്തറിൽ ആണ്. ഈ ഖത്തർ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഖത്തർ ചെയ്യുന്ന പണിയൊന്നും സൗദി ചെയ്യുന്നില്ല. ഖത്തർ ഹമാസിനെ സഹായിക്കുന്നുണ്ടല്ലോ, ഹിസ്ബുള്ളയെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖത്തറിന് ഇസ്രയേലിൻ്റെ ഒരു ഭീഷണി ഉണ്ടായി, ആക്രമണം ഉണ്ടായി. അതും സൂക്ഷിച്ചാണ് ചെയ്തത്. കാരണം ഇസ്മായിൽ ഹാനിയെ മറ്റേ ഇറാനിൽ ടെഹ്റാനിൽ വെച്ചിട്ടല്ലേ ആക്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ രക്ഷയില്ലാതെ വന്നിട്ട് മൊത്തം ഹമാസ് നേതൃത്വത്തിനെ തട്ടിക്കളയാന്ന് വിചാരിച്ചിട്ടാണ് ദോഹയിലെ ആക്രമണം നടത്തിയത്. അങ്ങനൊരു ഭീഷണി സൗദിക്ക് ഇസ്രയേലിൽ നിന്നില്ല. മക്ക, മദീന മോസ്കുകളിൽ വെള്ളിയാഴ്ച നടക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയിൽ സ്ഥിരമായി പലസ്തീൻ്റെ പേര് പറയാറുണ്ട്. അതല്ലാതെ ഇസ്രയേൽ വിരുദ്ധമായിട്ടൊന്നും ചെയ്യാറില്ല. വെള്ളിയാഴ്ച പ്രാർത്ഥനകളിലും മക്ക, മദീന മോസ്കുകളിൽ പലസ്തീൻ്റെ പേര് പറയും. നമ്മൾ പലസ്തീന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. പക്ഷേ ഇസ്രയേലിനെ വെറുപ്പിക്കുന്ന ഒന്നും സൗദിയുടെ ഭാഗത്തു നിന്നില്ല. ഖത്തറിനെ പോലെയല്ല. പക്ഷേ ഇസ്രയേലിൻ്റെ ദോഹ ആക്രമണം ഇപ്പോൾ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു കരാറുണ്ടാക്കാനായിട്ടൊരു കാരണമായിട്ട് പറയാൻ ഉള്ള സൗകര്യം ഉണ്ടായി. അതുണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നു. പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ്റെ ഖ്വാജ ആസിഫ് പറഞ്ഞു, ഞങ്ങൾക്കുള്ള ശേഷി ഞങ്ങൾ സൗദിയുമായിട്ട് പങ്കിടുന്നു എന്ന് പറഞ്ഞു. സൗദിയിൽ അപ്പോൾ ആണവ സേന, അതായത് പാകിസ്ഥാൻ്റെ അണുബോംബൊക്കെ പരിരക്ഷിച്ച് നടക്കാനായിട്ടൊരു സേനയുണ്ടല്ലോ, ആ ആണവ സേന സൗദിയിൽ ചെല്ലുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. സൗദിക്ക് ആകാശ ക്രൂസ് മിസൈൽ, വിമാനങ്ങളിൽ നിന്ന് അയക്കാവുന്ന ക്രൂസ് മിസൈലുകൾ കൊടുക്കുമോ, അതായത് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം അത് കൊടുക്കുമോ എന്നുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട്. ആകാശത്ത് നിന്ന്, അതായത് വ്യോമമാർഗം തൊടുക്കുന്ന
ക്രൂസ് മിസൈൽ ആണെങ്കിൽ അത് അമേരിക്കൻ വിമാനങ്ങളിൽ നിന്നേ പറ്റൂ. അപ്പൊ ഈ പാകിസ്ഥാൻ വരുമ്പോൾ ആകാശ മാർഗമുള്ള ക്രൂസ് മിസൈലുകൾ അയക്കാനുള്ള ഉദ്ദേശം കൂടിയുണ്ട്, അതിൻ്റെ സേനയും കൂടി ഉണ്ട് എന്ന് വന്നാൽ തീർച്ചയായിട്ടും അമേരിക്ക അറിഞ്ഞിട്ടുള്ള ഓപ്പറേഷനാണ്. അതിന് അമേരിക്കൻ വിമാനങ്ങൾ തന്നെ വേണം, ആണവ ക്രൂസ് മിസൈലുകൾ ആകാശത്ത് നിന്ന് അയക്കാൻ. അതാണ്. അപ്പോൾ സൗദിയിൽ ആണവ ക്രൂസ് മിസൈൽ അയക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ ആണവ സേന പാകിസ്ഥാൻ്റെ ഉണ്ടെങ്കിലും അതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്ക അറിഞ്ഞിട്ടാണ് ഈ പ്രതിരോധ കരാർ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക പിൻവാങ്ങാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സേന ആദ്യം സൗദിയിൽ നിന്ന് പിന്നെ ഗൾഫിൽ നിന്ന് ആകെ. അങ്ങനെയാണെങ്കിൽ വിശ്വസ്തരായ പാകിസ്ഥാനെ ഗൾഫ്, കാരണം മിഡിൽ ഈസ്റ്റിൽ ഒരു പ്ലെയർ അല്ലാതിരിക്കാൻ പറ്റില്ല അമേരിക്കയ്ക്ക്. പ്രത്യേകിച്ചും സൗദിയും ഖത്തറും വലിയ നിക്ഷേപം അമേരിക്കയിൽ, ഇപ്പൊ ട്രംപ് വന്നിട്ട് പോയല്ലോ, നിക്ഷേപം അമേരിക്കയിൽ ഉണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്ലെയറായിട്ട് അമേരിക്കയ്ക്ക് തുടരുന്നുണ്ടെങ്കിൽ ഒരു വിശ്വസ്ത സേന അവിടെ വേണം. അതുകൊണ്ട് പാകിസ്ഥാനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഇസ്രയേൽ ഒരു ഡീസ്റ്റെബിലൈസിങ് ഫോഴ്സ് ആണെന്ന് ഇപ്പം അമേരിക്കയ്ക്കും തോന്നുന്നു ഖത്തറിനെ ആക്രമിച്ചപ്പോൾ. കാരണം അമേരിക്കയുടെ താല്പര്യമില്ലാതെയാണ് ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നത്. അമേരിക്കയും ഖത്തറും തമ്മിൽ വലിയ സഹകരണം മറ്റേ ട്രംപിന് വിമാനമൊക്കെ കൊടുത്താണല്ലോ. അപ്പോൾ അമേരിക്ക അറിയാതെയാണ്, എന്ന് പറഞ്ഞ തിയറി ഉണ്ടായിരുന്നെങ്കിലും അറിയാതെയാണ്. അപ്പം അതുകൊണ്ട് ഒരു നാശകാരിയായ രാജ്യമായിട്ട് ഇസ്രയേലിനെ അമേരിക്കയും ഇപ്പം കരുതുന്നു. അതും ഈ പ്രതിരോധ കരാറിന് വേണമെങ്കിൽ ഇസ്രയേലിനെ പേടിപ്പിക്കാമല്ലോ. അതെ, അതും ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പം മിഡിൽ ഈസ്റ്റ് നഷ്ടപ്പെടാനായിട്ട് അമേരിക്കയ്ക്ക് വയ്യ. പിന്നെ ഒരു മുസ്ലിം ഉമ്മ എന്ന് പറയുമല്ലോ, മുസ്ലിം മൊത്തം സംഭവം ആണ്. അതും വന്നു. പാകിസ്ഥാന്റെ സേന വരുന്നതോടുകൂടി മൊത്തം മുസ്ലിം രാജ്യങ്ങളെ ഒരു മുസ്ലിം ആണവ രാഷ്ട്രം വന്ന് സംരക്ഷിക്കുന്നു എന്നുള്ള തോന്നൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്കുണ്ടായി. പാകിസ്ഥാനാണെങ്കിൽ സന്തോഷം, അവരുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം കാബ ഇരിക്കുന്ന മെക്ക സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ സേനയാണ് എന്ന് മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളെ ബോധിപ്പിക്കാനുള്ള ഒരു സന്തോഷവും അവർക്ക് വരുന്നു. 1960-കളിൽ ഇവർ തമ്മിൽ സഹകരണം തുടങ്ങിയതാണ്, സൗദിയും പാകിസ്ഥാനും. അന്ന് അയൂബ് ഖാന്റെ നേതൃത്വത്തിലാണ് സൗദിയിലേക്ക് ഒരു ചെറിയ സേന പോയത്. അയൂബ് ഖാൻ പിന്നെ പ്രസിഡന്റൊക്കെ ആയല്ലോ, പട്ടാള മേധാവിയൊക്കെ ആയി. അപ്പൊ അന്ന് ഒരു കണ്ടീഷൻ സൗദി അറേബ്യ വെച്ചു, നിങ്ങളുടെ സേനയിൽ അഹമ്മദീയകൾ ഉണ്ടാകരുതെന്ന്. അത് പാകിസ്ഥാൻ സമ്മതിച്ചു. ഒരു അഹമ്മദീയ പട്ടാളക്കാരൻ പോലും അഹമ്മദീയകളെ ഇസ്ലാമായിട്ട് കരുതുന്നില്ലല്ലോ പാകിസ്ഥാൻ. അപ്പോൾ 1979 നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ മെക്ക കാബ പിടിച്ചൊരു വിമതസേനയെ പറ്റി പറഞ്ഞില്ലേ, 800 പേരുമായിട്ട്. അപ്പോൾ ആ വിമതസേന പിടിക്കുന്ന സമയത്ത് മെക്കയിലെ മോസ്ക് പിടിച്ചപ്പോൾ പാകിസ്ഥാന്റെ പ്രത്യേക സേന അവിടെ എത്തി സഹായിച്ചിരുന്നു. നവംബർ 20 മുതൽ ഡിസംബർ 4 വരെയായിരുന്നു 1979 ഇറാൻ വിപ്ലവമൊക്കെ നടക്കുമ്പോൾ വിമതസേന പിടിച്ചത്. സൗദി രാജവിരുദ്ധ ഇസ്ലാമിസ്റ്റ് ജുഹൈമാൻ ഒധൈബി 600 ഭീകരരെ കൂട്ടിയാണ് പിടിച്ചത്. ഫ്രാൻസ് സഹായിച്ചു അന്ന് സൗദിയെ. പിന്നെ പാകിസ്ഥാന്റെ സേനയും പോയിരുന്നു അന്ന്. പിന്നെ വഹാബി കലാപം ആയിട്ടാണ് അന്ന് കരുതിയിരുന്നത്. 1991 അസ്ലം ബഗ് പാക് സേനയെ സൗദി അറേബ്യയിലേക്ക് അയക്കാൻ വിസമ്മതിച്ചു. അത് കുവൈറ്റ്, മറ്റേ ഇറാഖ് കുവൈറ്റ് പിടിച്ചല്ലോ, ആ സമയത്ത് അന്ന് അയച്ചില്ല. കാരണം ഇറാഖിന് ഒന്നും തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അന്ന് അയച്ചില്ല. എന്നാൽ പിന്നെ സൗദിക്ക് മാത്രം ഞങ്ങളൊരു സംരക്ഷണം കൊടുക്കാം വേണമെങ്കിൽ, മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കില്ല എന്നും പാകിസ്ഥാൻ പറഞ്ഞു. 2015 പാകിസ്ഥാന്റെ പാർലമെന്റ് യമനിലേക്ക് പാക് സേനയെ അയക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയായിരുന്നു. പാകിസ്ഥാന്റെ വിരമിക്കുന്ന പട്ടാള മേധാവി സഹീൽ ഷരീഫിനെ ഈ മറ്റേ
സൗദിയിലെ കൗണ്ടർ ടെററിസം സേനയുടെ മേധാവിയായിട്ട് നിയമിക്കുകയും ചെയ്തു സൗദി. പാകിസ്ഥാൻ്റെ ഒരു പട്ടാള മേധാവി വിരമിക്കുമ്പോൾ അയാളെ എടുത്തിട്ട് സൗദി അവരുടെ കൗണ്ടർ ടെററിസം സേനയുടെ മേധാവിയാക്കി. ഇപ്പോഴും ഉണ്ട് അദ്ദേഹം സൗദിയിൽ. അപ്പോൾ ഇറാൻ, ലിബിയ, നോർത്ത് കൊറിയ ഈ രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ ഈ ആണവ സഹായം ചെയ്തത് സൗദിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം സൗദി ആണ് കഹൂട്ട നിലയത്തിന്, പാകിസ്ഥാനിലെ കഹൂട്ട ആണവ നിലയത്തിന് ഫണ്ട് കൊടുത്തു. എന്നിട്ട് ഇറാന് ആണവ സഹായം ചെയ്തു, ലിബിയക്ക് ചെയ്തു, നോർത്ത് കൊറിയക്ക് ചെയ്തു. അത് സൗദിക്ക് സുഖിച്ചിരുന്നില്ല ആണവ സപ്ലൈ. അപ്പോൾ സൗദി മുഷറഫിനെതിരെ അന്ന് നീങ്ങുകയും ചെയ്തു. പർവേസ് മുഷറഫിൻ്റെ കാലത്താണ് ഈ സഹായം ഉണ്ടായത്. 1999 ആണവ പരീക്ഷണം നടത്തിയ ശേഷം, പാകിസ്ഥാൻ നടത്തിയ ശേഷം സൗദി പ്രതിരോധ മന്ത്രി സുൽത്താൻ അബ്ദുൾ അസീസ് കഹൂട്ട നിലയത്തിലെ ഒരു ടൂർ നടത്തിയിരുന്നു. എല്ലാം കാണിച്ചു കൊടുത്തിരുന്നു. കാരണം 60% കഹൂട്ട നിലയത്തിൻ്റെ ഫണ്ടും സൗദിയുടേതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാണ് അവസ്ഥ. സൗദിയിൽ നിന്ന് സേനയെ ആദ്യം പിൻവലിക്കുക, പാകിസ്ഥാനിൻ്റെ സേനയെ ഏൽപ്പിച്ചിട്ട് പോവുക. അത്തരം നീക്കങ്ങളിലാണ് അമേരിക്ക എന്ന് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക കൂടി അറിഞ്ഞിട്ടാണ് ഈ പാക് സൗദി കരാർ എന്നുള്ളത് വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.